അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൻ്റെ 12-ാം രാവിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാളെ 12-ാം ദിനമാണ്. ശവ്വാൽ മാസത്തിൻ്റെ 12-ാമത്തെ ദിവസമാണ് നാളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്നു, സങ്കടത്തിൽ കഴിയുന്നു. ഓരോ ആളുകളും അവരുടെ ഫോണുകളിൽ നിന്നൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദുആവസിയത്ത് കമൻ്റായി എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് രോഗങ്ങളുടെ കാര്യം. അല്ലാഹു തആല ഈ മാസത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് കടന്നു പോവുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ വീടുകളിലും പരിസരത്തൊക്കെ വന്ന് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം, എനിക്ക് വോട്ട് തരണം എന്നൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്ന ആ ഒരു പ്രചരണത്തിലൂടെയൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് വോട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രാവശ്യം എന്തായാലും നമ്മൾ വോട്ട് ചെയ്തിരിക്കണം. അതിൻ്റെ ഉസ്താദ് എന്തിനാ വോട്ട് ചെയ്യുന്നത്, വോട്ട് ചെയ്തിട്ടൊക്കെ ഇപ്പം എന്തിനാ കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം, സ്വാഭാവികമാണ്. ആര് ഭരിച്ചിട്ടും വലിയ ഗുണവുമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഇവിടെ ആര് ഭരിച്ചിട്ടും ഗുണം ഇല്ല എന്നതിനേക്കാൾ ഉപരി ഇനി ഭരിക്കാൻ പാടില്ലാത്തവർ ഭരണത്തിലേക്ക് ഒരു പക്ഷേ കടന്നു വന്നേക്കാം. ഫാസിസം അത് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് വളർന്നു വരികയാണ്. നമ്മൾ ഇന്ന് കണ്ട് ചിരിച്ച ആളുകളും നമ്മൾ നാളെ അറിയുന്നത് അവരൊക്കെ നമ്മളെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സംഘത്തിൽപ്പെട്ട ആളുകളാണെന്ന് വരെ നമുക്ക് തോന്നുന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റം. കാണുമ്പോൾ ചിരിക്കുമെങ്കിലും ഉള്ളിൽ ഒരു വലിയ വിഷം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ വന്നാൽ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ ഈ സമുദായത്തിന് തന്നെ വലിയ കേടാണ്. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണം. ആർക്ക് വോട്ട് ചെയ്യണം, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊന്നും നമ്മുടെ ചർച്ചയല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളൊന്ന് നോക്കണം, ഒന്ന് ചിന്തിക്കണം. ഈ ആൾ ജയിച്ചു വന്നാൽ, സംഘടനയൊക്കെ മാറ്റിവെക്കുക, പാർട്ടി മാറ്റിവെക്കുക, ഈ ആൾ ജയിച്ചു വന്നാൽ എൻ്റെ നാടിന് ഗുണമാണ്, ഇയാൾ ജയിച്ചു വന്നാൽ തരക്കേടില്ല, നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് ഗുണമാണ്, നമ്മുടെ സമുദായത്തിന് ഗുണമാണ് എന്ന് തോന്നുന്നവർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ പറയുന്ന ആളാണ്. പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്താണ് സംഘടന നോക്കിയിട്ടോ അല്ല. ഈ ഓരോ വ്യക്തി ഉണ്ടല്ലോ, അയാൾ നമ്മുടെ ജയിച്ചു വന്നാൽ, നമ്മുടെ MLA ആയി വന്നാൽ, നമ്മുടെ ഒരു വാർഡ് മെമ്പറായി വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മന്ത്രിയായി വന്നാൽ ഇയാളെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട് എങ്കിൽ അയാൾക്കാണ് വോട്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഇനിയുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഭാവി ആ ഒരു ഗതി തന്നെ നിയന്ത്രിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, വോട്ട് ചെയ്യാൻ മറന്നു പോവണ്ട. പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു നോക്കുക, വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വന്ന് ആ വോട്ട് ചെയ്തിട്ട് വേണം പോകാൻ. ഏപ്രിൽ 9-ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ വോട്ട് നടക്കുന്നത്. ഈ വോട്ട് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഓരോ നിമിഷവും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇനി അടുത്ത നിയമം വരുന്ന എന്താ അറിയോ? വോട്ട് ചെയ്ത കഴിഞ്ഞു പോയ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ആരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, ആ വോട്ട് ചെയ്ത എണ്ണം നോക്കി വരെ പൗരത്വം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പൗരത്വം നൽകുന്ന ഒരു നിയമമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ, നമ്മുടെ ഉമ്മാടെ പേരുണ്ടോ, വാപ്പാടെ പേരുണ്ടോ, ഭാര്യയുടെ പേരുണ്ടോ, ഭർത്താവിൻ്റെ പേരുണ്ടോ, മക്കളുടെ പേരുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ഈ നാടിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്, നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കണം. പ്രത്യേകിച്ച് ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നൊക്കെ നമുക്കറിയില്ല എങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് നമ്മുടെ വോട്ട്, നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നൊക്കെ ഉറപ്പാക്കേണ്ട ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ദിക്റിൻ്റെ മജ്‌ലിസിൽ, സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ, ഇത് സ്വലാത്ത് ചൊല്ലേണ്ട സമയത്ത്, ദിക്ർ ചൊല്ലേണ്ട സമയത്ത്, പുണ്യമായ സമയത്ത് ദ്വാരക്കേണ്ട ഈ ഒരു സുന്ദരമായ നിമിഷത്തിൽ ഈ ഒരു കാര്യം ഞാൻ ഊന്നി പറയാനുള്ള കാരണം ഇത് ഇത്രമാത്രം ഗൗരവമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യുക. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വോട്ട് ചെയ്യാതെ ആരും പോകരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ സമാധാനവും ഐക്യവും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മാറി, എല്ലാ പ്രതിസന്ധികളും മാറി, എല്ലാവിധ ഖൈറുണ്ടാവാൻ നമുക്ക് ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദ്വാരക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. ദിക്റിൻ്റെ മജ്‌ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു മാത്രം എനിക്ക് മതി
എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കാൻ പറ്റുന്നവൻ അല്ലാഹുവാൻ. ഈ ഒരു അർത്ഥം വരുന്ന ഒരു ദിക്ർ അല്ലെങ്കിൽ ഈ അർത്ഥം വരുന്ന ഒരു ബൈത്ത് പോലെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്. നമ്മളെ ഉമ്മയും വാപ്പയൊക്കെ നമ്മളെ ചെറുപ്രായത്തിൽ ഉറക്കാൻ വേണ്ടി ഇത് പറയാറുണ്ട്. ഇതൊരു താരാട്ടുപാട്ടായിട്ട് ആരും കണക്കാക്കരുത്. ഇത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും മനസ്സിൽ തട്ടിപ്പറയേണ്ട ഒരു അമൂല്യമായ ഒരു ദിക്റാണ്, അമൂല്യമായ ഒരു വചനമാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വൃക്ഷം നടപ്പെടുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ ദിക്ർ? നമ്മളൊക്കെ തസ്ബീഹ് നമസ്കരിച്ചു റമളാൻ മാസത്തിൽ അല്ലേ? ആ തസ്ബീഹ് നമസ്കാരത്തിലും അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു തസ്ബീഹുണ്ട്. ആ തസ്ബീഹാണ് ഇൻഷാ അല്ലാഹ് പറയേണ്ടത്. ഒരുപാട് പ്രതിഫലങ്ങൾ ഈ തസ്ബീഹ് പറഞ്ഞാൽ കിട്ടുന്നതാണ്. പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു 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 അക്ബർ. പരിശുദ്ധമായ പരിപാവനമായ ശവ്വാൽ മാസം. ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട, ശവ്വാൽ മാസത്തിലെന്നല്ല, ജീവിതത്തിലെ ഏത് സമയമുണ്ടോ എല്ലാ സമയത്തും നമ്മൾ അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ, സ്വഹാബിമാർക്ക് പറയാൻ പറഞ്ഞുകൊടുത്ത ഒരു പ്രത്യേകമായ ദിക്റുണ്ട്. അതായത് കടലിന്റെ നുരയോളം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ പറയാം. അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവനും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. പറഞ്ഞോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك
شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്തുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ദുആ വസിയത്തുകൾ രോഗസംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞാൽ സദേ ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ്, അപകടത്തിൽപ്പെട്ട് ഓപ്പറേഷൻ കഴിയാൻ പോകുന്നു, അതുപോലെ ക്യാൻസർ രോഗമാണ്, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി സ്ട്രോക്ക് വന്നിരിക്കുന്നു, അറ്റാക്കാണ്, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഫിക്സ് ആണ്. ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്തുകൾ നമ്മുടെ രോഗസംബന്ധമായി പ്രയാസങ്ങൾ സംബന്ധമായി നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ രോഗം ശിഫയാവണം, നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ അവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കണം. അതിന് പറ്റിയ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നു. എല്ലാവരും മനസാന്നിധ്യത്തോടു കൂടി പറയുക. പറയുമ്പോൾ അല്ലാഹു എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ എന്ന് മനസ്സിൽ തട്ടി ഇൻഷാ അല്ലാഹ് പറയട്ടോ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ وأمراض من أوصانا يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അതിൻ്റെ ഇടയിൽ നിന്നും എന്തെല്ലാം ഉപദ്രവകരമായ കാര്യങ്ങളുണ്ടോ എല്ലാത്തിനെയും തടയാൻ പറ്റുന്ന അമൂല്യമായ ഒരു ദിക്ർ, അമൂല്യമായ ഒരു ദുആ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഗുളിക കഴിക്കുന്നത് പോലെ രാവിലെയും വൈകിട്ടും, അതായത് സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ഒരു 3 പ്രാവശ്യം വീതമെങ്കിലും ചുരുങ്ങിയത് ഈ ദിക്ർ പറയണമെന്നാണ്. പറഞ്ഞാൽ എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണീർ, സിഹറിനെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു ദുആയുണ്ട്, മറ്റൊരു ദിക്റുണ്ട്. വളരെ എഫക്റ്റീവായ ഒരു ദിക്റാണ്, എഫക്റ്റീവായ ഒരു ദുആയാണ്. എല്ലാവിധത്തിലുള്ള കണ്ണേറുകളെ തൊട്ടുള്ള കാവൽ കിട്ടാനും സിഹറുകൾ അത് ബാറ്റുലായി പോവാനും മറ്റുള്ളവരുടെ മോശമായ അഭിപ്രായങ്ങളോ മോശമായ സന്ദേശങ്ങളോ നമ്മുടെ ശരീരത്തിലോ നമ്മളുമായി ബന്ധപ്പെട്ടതിലോ ഏൽക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ്. പറഞ്ഞോ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ
شر ما خلق أعوذ بكلمات الله التامات من 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 شر ما خلق. അൽഹംദുലില്ലാ, നമ്മുടെ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്കും സ്വലാത്തുകൾക്കും അല്ലാഹുവിന്റെ ഇസ്മുകൾക്കൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങൾ, നമ്മളിവിടെ കുറച്ച് പ്രതിഫലമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഇത് ചൊല്ലുമ്പോൾ അതിന്റെ പിറകിൽ നമുക്ക് കിട്ടാനുണ്ട്. എല്ലാ പ്രതിഫലവും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. എല്ലാ ആപത്ത്, മുസീബത്ത്, എല്ലാവിധ ഇടങ്ങേറുകളെ തൊട്ടും അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ഉസ്താദ് പേര് പറഞ്ഞ് ഞങ്ങളുടെ ദുആരക്കണമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പേര് പറയാനാണെങ്കിൽ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞു എല്ലാവരെയും മനസ്സിൽ കണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ നമുക്ക് ഓതി നമുക്ക് ദുആരക്കാം. ഇലാ ഹദ്റത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റാത്തി മമ്മാതു മിന്നാ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ്
ولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ ഖബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ പരിശുദ്ധമായ റമദാൻ മാസമെല്ലാം വിട പറഞ്ഞ് വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ സുന്ദരമായ രാവുകളിലൂടെ പകലുകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ ഒരുപാട് നന്മകൾ ചെയ്യാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ റഹ്മാനെ അല്ലാഹുവേ വിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട് സ്വലവാത്തുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ ഖബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾക്കും ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ സമാധാനത്തിലാക്കണേ അല്ലാ ഖൈർ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ പടച്ചവനെ നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട് ഫോണിൽ വിളിച്ചു പറയുന്നവരുണ്ട് കമന്റിലൂടെ ഒരുപാട് ഉമ്മമാരും വാപ്പമാരും ഒരുപാട് ദുആ വസിയത്ത് എഴുതാറുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ വിഷമ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ കടക്കാരായി മരിപ്പിക്കല്ലേ റഹ്മാനെ അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി എന്താണെന്ന് നിനക്കറിയാം അത് തുറന്നു തരണേ അല്ലാ അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്ന കാലമാണ് നീ കാക്കണേ അല്ലാ അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ കാരണം സന്തോഷിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ അവരെഴുതിയ പരീക്ഷകൾക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഒരുപാട് ആളുകൾ രോഗികളാണ് രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ മാരകമായ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ അറ്റാക്ക് പോലെ ചെറുതും വലുതുമായ ഒരുപാട് അസുഖങ്ങളുണ്ട് എല്ലാം നീ ശിഫയാക്കണേ അല്ലാ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളെ ചൊല്ലിയ ദിക്റിന്റെ സ്വലവാത്തിന്റെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ നശിപ്പിച്ചു കളയണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശമനം തരണേ അല്ലാ ഹോസ്പിറ്റലിൽ കഴിയുന്നവര് വെന്റിലേറ്ററിൽ കഴിയുന്നവർ ഐസിയുവിൽ കഴിയുന്നവർ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ രോഗശാന്തി പ്രദാനിക്കണേ അല്ലാ ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ പ്രദാനിക്കണേ റഹ്മാനെ അല്ലാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ അഭിമാനം കൊടുക്കണേ അല്ലാ പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ ലോകത്തെവിടെയെല്ലാം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ ബറക്കത്ത് കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണേ റഹ്മാനെ മുസ്ലിം ഉമ്മത്തിന് നീ എല്ലാവിധ നന്മയും കൊടുക്കണേ അല്ലാ അല്ലാഹു ഞങ്ങളുടെ വീടുകളിൽ നീ സ്വസ്ഥത തരണേ അല്ലാ സമാധാനം തരണേ അല്ലാ ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം തരണേ അല്ലാ ഞങ്ങളുടെ രാജ്യത്ത് നീ എല്ലാവിധ
സാഹോദര്യവും നിലനിർത്തി തരണേ അല്ലാ. ഇലക്ഷൻ കാലം വരികയാണ്, നടക്കുകയാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് അനുയോജ്യരായ, ഞങ്ങളുടെ നാടിന് ഉപകാരപ്പെടുന്ന നല്ല ഭരണാധികാരികളെ തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം പ്രദാനിക്കണേ അല്ലാ. ഞങ്ങളുടെ ക്ലാസുകൾ സ്ഥിരമായി കേൾക്കുന്ന ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. പലരും കമന്റ് എഴുതാൻ അറിയില്ല എന്ന് പറയുന്നവരാണ്. ആരെല്ലാം ഈ ക്ലാസ് കേൾക്കുന്നോ, ഇത് മനസ്സിലാക്കുന്നോ, എഴുതി വെക്കുന്നോ, എല്ലാവർക്കും നീ എല്ലാവിധ ദുന്യവിയായ ഉഖറവിയായ നന്മകളും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നീ പാഴാക്കി കളയല്ലേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. ഹജ്ജ് മാസമൊക്കെ വരികയാണ്. ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഖൈറാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മദീന സിയാറത്തിന് വലിയ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് എല്ലാവിധ റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാ. ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുകയാണ്, ഒരുപാട് പ്രതിസന്ധികളിലാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. പടച്ചവനെ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് യുദ്ധ സാഹചര്യങ്ങളെല്ലാം നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ആരെല്ലാം ലോകത്ത് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ യുദ്ധം കാരണം, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. നിന്റെ ശാന്തി കൊടുക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. നമ്മുടെ സദസ്സ് നാളെയും ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സും ദുആയും ദിക്റും എല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.